പ്രഭാത പ്രാർത്ഥന. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാം തിരുവചനം. ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവമേ, ഈ പുതിയ പ്രഭാതം, പുതിയ ദിനം ദാനമായി നൽകി അങ്ങേ അനന്തമായ സ്നേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ നന്ദിയും സ്തുതിയും അങ്ങേ അനന്തമഹിമയെ വർദ്ധിപ്പിക്കുകയില്ലെങ്കിൽ അവ ഞങ്ങളുടെ രക്ഷയ്ക്ക് നിത്യജീവൻ സ്വായത്തമാക്കുന്നതിന് ഉപകരിക്കുന്നുവല്ലോ. കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള തീക്ഷ്ണത അല്ല, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എൻ്റെ ആത്മാവിൽ ഉജ്ജ്വലിക്കട്ടെ. ആ തീക്ഷ്ണത തന്നെയാവണം ഞങ്ങളെയെല്ലാം ആത്മാവിൽ ജ്വലിപ്പിക്കപ്പെട്ടവരായി തീർക്കണമേ. ആത്മാവിൽ ജ്വലിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഓരോ നിമിഷവും അങ്ങേ കൃപയാൽ അനുഗ്രഹിച്ച് ജ്വാലയാൽ നിറഞ്ഞ് അഭിഷേകം ചെയ്യണമേ. കർത്താവേ, അങ്ങ് ദാനമായി നൽകിയ ഈ ദിവസം പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിക്കുവാൻ, കുശലം പറയുവാൻ ഞങ്ങളെ സജ്ജമാക്കണമേ. അപ്പോൾ സങ്കീർത്തകനെപ്പോൽ ഞങ്ങൾ ഉദ്ഘോഷിക്കും, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധരുടെ മൊഴിമുത്തുകൾ. വിശുദ്ധ പക്കോമിയസ്. കർത്താവ് എത്ര മാധുര്യവാനാണെന്ന് രുചിച്ചറിയണമെങ്കിൽ നിന്റെ ഹൃദയം ശുദ്ധമായി കാത്ത് ദൈവത്തിൻ്റെ മുൻപിൽ അതിനെ തുറന്നു വയ്ക്കുക.